Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. നായത്തോട് പ്രദേശത്തിന്റെ മുഖഛായ മാറുന്നു. പാടശേഖരങ്ങൾക്ക് നടുവിലൂടെ മഹാകവി ജി മെമ്മോറിയൽ റോഡ് സജ്ജമായി. റോജി എം ജോൺ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 30 ലക്ഷം രൂപ ചെലവിലാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത്. മറ്റൂർ കരിയാട് എയർപോർട്ട് റോഡിൽ നിന്ന് ആരംഭിച്ച് നായത്തോട് പാടശേഖരം വഴി ജി മെമ്മോറിയൽ സ്കൂൾ ജംഗ്ഷനിൽ അവസാനിക്കുന്ന റോഡാണ് യാഥാർത്ഥ്യമായത്. മഹാകവിയുടെ കവിതകൾ പോലെ തന്നെ മനസ്സിന് കുളിർമയേകുന്നതാണ് ഈ രാജപാത. ഇരുഭാഗങ്ങളിലുമുള്ള പാടശേഖരങ്ങളിൽ തട്ടിവരുന്ന ഇളം കാറ്റേറ്റ് പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് ഇതുവഴി സഞ്ചരിക്കാം. അങ്കമാലി നഗരസഭയിൽ മാറിവന്ന ഭരണസമിതികളുടെയും വാർഡ് കൗൺസിലർമാരുടെയും വർഷങ്ങളായുള്ള പരിശ്രമമാണ് യാഥാർത്ഥ്യമായത്. റോജി എം ജോൺ MLA തന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 30 ലക്ഷം രൂപ അനുവദിച്ചത് റോഡ് നിർമ്മാണത്തിന് ആക്കം കൂട്ടുകയും ചെയ്തു. ജി മെമ്മോറിയൽ റോഡ് MLA നാടിന് സമർപ്പിച്ചു. അന്നത്തെ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരുമൊക്കെ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അതിനായിട്ടുള്ള പദ്ധതികൾ റോഡായാലും മറ്റ് കുടിവെള്ളമായാലും മറ്റ് കെട്ടിടങ്ങളായാലും എന്തു തന്നെയായാലും അതിന്റെ ഒരു പരിശ്രമം ആരംഭിക്കുന്നു. അത് പൂർത്തീകരണത്തിലേക്ക് എത്തുവാനായിട്ട് ചിലപ്പോൾ വർഷങ്ങൾ എടുത്തു എന്ന് വരാം. പ്രത്യേകിച്ച് ഈ റോഡിനെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള കോടതി വ്യവഹാരങ്ങളൊക്കെ ഇത് നീണ്ടുപോകുന്നതിൽ വലിയ ഒരു സമയമെടുത്തിട്ട് ഒരു കാലതാമസം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്തായാലും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ കൗൺസിലർമാരായിരുന്ന ആളുകള് ഗിരീഷ് ആയാലും സുലോചന ചേച്ചിയായാലും ഇപ്പോൾ കൗൺസിലറായിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് ഷിയോ പോളും ഒക്കെ അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലുള്ള ഓരോ ഭരണസമിതിയും അതുപോലെ നമ്മുടെ മുൻ MLA ആയിട്ടുള്ള അഡ്വക്കേറ്റ് ജോസ് തെറ്റയില് ഇങ്ങനെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള ഒരു ശ്രമം ഇതിന്റെ പിന്നിൽ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഈ റോഡ് ഇപ്പോൾ യാഥാർത്ഥ്യമാക്കിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിവിടെ പറഞ്ഞതുപോലെ നിരവധി ആളുകള് റോഡിന് ആവശ്യമായിട്ടുള്ള സ്ഥലമൊക്കെ നമുക്ക് വിട്ടുവന്ന് അത് ലഭ്യമായതുകൊണ്ടുകൂടിയാണ് നമുക്ക് ഇന്ന് ഇവിടെ ഇത്രയും മനോഹരമായിട്ട് റോഡ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. ഇപ്പൊ ഈ റോഡിൽ കൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ഇന്നലെയും ഈ റോഡിലൂടെ കടന്നുപോയി. അപ്പൊ നമുക്ക് ചത്തിക്കോട് ഭാഗത്തുനിന്ന് നായത്തോടേക്ക് പോകാനായിട്ട് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു ബൈപ്പാസ് റോഡ് കൂടിയാണ്. എനിക്ക് ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം നമുക്ക് നായത്തോട്ടേക്ക് പ്രവേശിക്കുന്നതിന് കുറവ് വരുന്നുണ്ട്, നായത്തോട് സ്കൂൾ ജംഗ്ഷനിലേക്ക് പ്രവേശിക്കാനായിട്ട്. മാത്രമല്ല നല്ല പാടശേഖരങ്ങളും ഒക്കെ ആയിട്ട് ഇരുവശങ്ങളും നല്ല മനോഹരമായിട്ടുള്ള ഒരു പ്രദേശം. അപ്പോൾ ഈ പ്രദേശത്തിന് അനുയോജ്യമായിട്ടുള്ള വിധത്തിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇതിന്റെ പൂർത്തീകരണം ഇവിടെ സാധ്യമായിട്ടുണ്ട്. നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് അധ്യക്ഷനായിരുന്നു. മുൻ മന്ത്രി അഡ്വക്കേറ്റ് ജോസ് തെറ്റയിൽ, നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സിനി മനോജ്, വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് ഷിയോ പോൾ, സ്ഥിരം സമിതി അധ്യക്ഷരായ TY ഏലിയാസ്, റോസലി തോമസ്, ജസ്മി ജിജോ, ജാൻസി അരീക്കൽ, നഗരസഭാ സെക്രട്ടറി ജെയിൻ വർഗീസ്, മുനിസിപ്പൽ എഞ്ചിനീയർ TV ശോഭിനി, ഭൂ ഉടമ പ്രതിനിധി KV ആൻഡു, നഗരസഭാ കൗൺസിലർമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തോട് ചേർന്ന് കിടക്കുന്ന റോഡ് പ്രദേശത്തിന്റെ സമഗ്ര വികസനത്തിന് വഴി തുറക്കുമെന്ന പ്രതീക്ഷയാണ് നാട്ടുകാർക്കും നഗരസഭയ്ക്കുമുള്ളത്. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഗുണനിലവാരമുള്ള പാദരക്ഷകളുടെയും ബാഗുകളുടെയും വിപുലമായ ശേഖരവുമായി എന്നും നിങ്ങളോടൊപ്പം ഷൂക്രാഫ്റ്റ് ഫുഡ്വെയർസ് ആൻഡ് ബാഗ്സ്, ഓൾഡ് മാർക്കറ്റ് റോഡ്, അങ്കമാലി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ. MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.